കൊട്ടിക്കലാശത്തിലേക്ക്. തെരഞ്ഞെടുപ്പ് ലഹരിയിൽ കേരളം. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. റോഡ് ഷോകളുമായി കളം നിറഞ്ഞ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. ഒരു മാസം നീണ്ട നാടിളക്കിയ പ്രചാരണത്തിന് ഇന്ന് വൈകുന്നേരം കൊട്ടിക്കലാശമാവുകയാണ്. 24,000-ലേറെ പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർമാരെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി, അമിത്ഷാ, പ്രിയങ്ക ഗാന്ധി, സീതാറാം യെച്ചൂരി ദേശീയ നേതാക്കളുടെ പടയാണ് ഇത്തവണ കേരളത്തിലേക്ക് ഒഴുകിയെത്തിയത്. റോഡ് ഷോകളിലൂടെ ആവേശം വിതറുകയാണ് നേതാക്കളും സ്ഥാനാർത്ഥികളും. മുക്കും മൂലയും ഇളക്കിമറിച്ചുള്ള കൊട്ടിക്കലാശപൂരം പലയിടത്തും തുടങ്ങിക്കഴിഞ്ഞു. ഇതാ കടന്നു വരുന്നു കൈതോലകൾ തലചായ്ച്ചുറങ്ങുന്ന തലവയുടെ മണ്ണിലൂടെ ആലപ്പുഴയുടെ പ്രിയപ്പെട്ടവളിതാ കടന്നു വരുന്നു. ആടി നിൽക്കുന്ന വോട്ടുകൾ ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിൽ നേതാക്കൾ. പ്രചാരണത്തിൽ നേടിയ മേൽക്കൈ നിലനിർത്താൻ കൊട്ടിക്കലാശം വർണ്ണാഭമാക്കാനുള്ള ശ്രമത്തിൽ പ്രവർത്തകർ. ആവേശം അതിരുവിടാതിരിക്കാൻ പോലീസിന്റെ ജാഗ്രത. പിഴവില്ലാത്ത തയ്യാറെടുപ്പുകളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ലഹരിയിലാണ്. ഇടതുവലതുമുന്നണികൾക്കൊപ്പം BJPയും കളം നിറഞ്ഞ തെരഞ്ഞെടുപ്പ്. പ്രവചനാതീതമാണ് മിക്ക മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം. ആ വീറും വാശിയും കൊട്ടിക്കലാശത്തിലും കാണും. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കേരളത്തിലെ 20 മണ്ഡലങ്ങൾക്ക് പുറമെ രാജ്യത്തെ 96 മണ്ഡലങ്ങളിലെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ജമ്മു കാശ്മീരിലെ അനന്തനാഗ് മണ്ഡലത്തിലെ ഒരു ജില്ലയും വോട്ടെടുപ്പ് മാറ്റിവെച്ച ത്രിപുര ഈസ്റ്റും 3ാം ഘട്ടത്തിൽ വിധിയെഴുതും. ഇതോടെ തമിഴ്നാട്ടിലെ വെല്ലൂർ ഒഴികെ ദക്ഷിണേന്ത്യയിലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയാകും. 7 ഘട്ടങ്ങളായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മണ്ഡലങ്ങൾ വിധിയെഴുതുന്നത് 3ാം ഘട്ടത്തിലാണ്. 116 മണ്ഡലങ്ങൾ. കേരളത്തിന് പുറമെ ഗുജറാത്തിലെയും ഗോവയിലെയും മുഴുവൻ മണ്ഡലങ്ങളും ചൊവ്വാഴ്ച വിധിയെഴുതും. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും 14 മണ്ഡലങ്ങളിൽ വീതമാണ് വോട്ടെടുപ്പ്. UPയിലെ 10ഉം ഛത്തീസ്ഗഡിലെ 7ഉം ഒഡീഷയിലെ 6ഉം പശ്ചിമബംഗാളിലെയും ബീഹാറിലെയും 5 വീതവും അസമിലെ 4 മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലെത്തും. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിലും അന്നേ ദിവസമാണ് വോട്ടെടുപ്പ്. LK അദ്വാനി പ്രതിനിധീകരിച്ചിരുന്ന ഗാന്ധിനഗറിൽ നിന്ന് ജനവിധി തേടുന്ന BJP അധ്യക്ഷൻ അമിത്ഷായും വയനാട്ടിൽ ജനവിധി തേടുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമാണ് 3ാം ഘട്ടത്തിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. തട്ടകമായ മെയിൻപുരിയിൽ നിന്ന് മുലായം സിംഗ് യാദവ് ജനവിധി തേടും. ഫിറോസാബാദിൽ യാദവ് കുടുംബങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ മുലായത്തിന്റെ അനുജൻ ശിവപാൽ യാദവും മുലായത്തിന്റെ ബന്ധു രാംഗോപാൽ യാദവിന്റെ മകൻ അക്ഷയ് യാദവും തമ്മിലാണ് മത്സരം. രാംപൂരിൽ സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാനെ നേരിടുന്നത് BJPയിലെ ജയപ്രദയാണ്. ബീഹാറിലെ മധേപുരയിൽ നിന്ന് RJD ടിക്കറ്റിൽ ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് ശരത് യാദവ് ജനവിധി തേടും. ബാരാമതിയിൽ നിന്ന് സുപ്രിയ സുലെ വീണ്ടും മത്സരിക്കുമ്പോൾ പിലിഭത്തിൽ നിന്നാണ് വരുൺ ഗാന്ധിയുടെ മത്സരം. ഗുൽബർഗയിൽ മല്ലികാർജുൻ ഖാർഗെ, ഉത്തരകന്നഡയിൽ അനന്ത്കുമാർ ഹെഗ്ഡെ, ഷിമോഗയിൽ BY രാഘവേന്ദ്ര എന്നിവരാണ് കർണാടകയിൽ നിന്ന് ജനവിധി തേടുന്ന പ്രമുഖർ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കൊട്ടിക്കലാശത്തിന് മുൻപ് പരസ്പര ആരോപണങ്ങളുമായി കൊട്ടിക്കയറി മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും. സംസ്ഥാനത്ത് ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസും BJPയും തമ്മിൽ ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. സംസ്ഥാന വ്യാപകമായി കള്ളവോട്ട് നടത്താൻ CPM ശ്രമിക്കുകയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആക്ഷേപം. പ്രചാരണത്തിന്റെ തുടക്കത്തിൽ കോലീബി സഖ്യമെന്ന ആരോപണവുമായി ഇറങ്ങിയ ഇടതുമുന്നണി അവസാന ദിവസം വീണ്ടും ആ വിഷയം തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ്. ശബരിമലയും രാഹുലുമായിരുന്നു ഇന്നലെ വരെ ചർച്ചാ വിഷയമെങ്കിൽ മുഖ്യമന്ത്രി ഇന്നുന്നയിക്കുന്നത് കോൺഗ്രസ് BJP ബാന്ധവമാണ്. അമിത്ഷാ ഇപ്പോൾ BJPയുടെ പച്ചക്കൊടിയെക്കുറിച്ച് പ്രസ്താവിക്കുകയുണ്ടായി. ആ കാലത്തും ലീഗിന് അതേ പച്ചക്കൊടി തന്നെയായിരുന്നു. അവരുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നത് BJP ആയിരുന്നു, കോൺഗ്രസും ലീഗുമായി. ഉദ്ദേശം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, പാർലമെന്റിലും നിയമസഭയിലും അക്കൗണ്ട് തുടങ്ങി. കോൺഗ്രസും BJPയും സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണത്തിന് വലിയ ശ്രമം നടത്തി. നേമത്ത് രാജഗോപാലിന് വോട്ട് മറിച്ച അതേ തന്ത്രമാണ് ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. സംസ്ഥാന വ്യാപകമായി CPM കള്ളവോട്ടിന് ശ്രമിക്കുകയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഇത് കള്ളവോട്ട് ചെയ്യാനായിട്ട് എപ്പോഴും CPM
സ്വീകരിക്കുന്ന നിലപാടാണ്. ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ല. എല്ലാ ബൂത്തിലുമുള്ള ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ഞങ്ങൾ കൃത്യമായി ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കും. ശബരിമല ഉന്നയിക്കുന്ന കാര്യത്തിൽ തുടക്കത്തിൽ വലിയ ആവേശം കാണിക്കാതിരുന്ന BJP പിന്നീട് ഓരോ യോഗത്തിലും വിഷയമാക്കിയത് ശബരിമല തന്നെയാണ്. കേരളത്തിൽ വന്ന് പ്രധാനമന്ത്രി ശബരിമല എന്ന വാക്ക് പറഞ്ഞില്ലെങ്കിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും പേരെടുത്ത് പറഞ്ഞു തന്നെ വോട്ട് ചോദിച്ചു. കേരളത്തിൽ മറ്റൊരു വിഷയവും BJP കാര്യമായി മുന്നോട്ട് വച്ചതുമില്ല. അടിയൊഴുക്കുകളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ തിരഞ്ഞെടുപ്പ്. വിലക്ക് മറികടന്ന് ചർച്ച ചെയ്ത ശബരിമല മുതൽ രാഹുൽ ഫാക്ടറും വോട്ട് കച്ചവട ആരോപണങ്ങളും വരെ സ്വന്തം പാളയത്തിലെ വോട്ടുകളുമായെന്ന ആശങ്ക ഭരണപക്ഷത്തിന് മാത്രമല്ല പ്രതിപക്ഷ കക്ഷികൾക്കുമുണ്ട്. ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. വയനാടിനെ ഗിനിപ്പന്നിയെ പോലെ കണ്ട് പരീക്ഷണശാലയാക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. ഇതിനെ വയനാട്ടുകാർ തോൽപ്പിക്കും. അമേഠിയിൽ വികസനം കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ട രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിൽ വോട്ട് തേടി വന്നത്. കോൺഗ്രസും CPM-ഉം ഒത്തുകളിക്കുകയാണെന്നും നിർമ്മല വയനാട്ടിൽ പറഞ്ഞു. That failed MP who failed his constituency with nothing having been done in Amethi today is coming here to Wayanad, and Wayanad already Prime Minister Modi is working as an aspirational district to improve it. Do you want to give it to him as a member of parliament who failed in Amethi, or do you want to give our young MP candidate Tushar Vellappalli a chance so that he can work with Prime Minister Modi to develop Wayanad? 40 ദിവസത്തെ പരസ്യ പ്രചാരണത്തിന് ശേഷമുള്ള കൂട്ടപ്പൊരിച്ചിൽ തയ്യാറെടുക്കുകയാണ് സ്ഥാനാർത്ഥികളും അണികളും. കലാശക്കൊട്ടിന്റെ വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ പേരൂർക്കടയിൽ നിന്ന് VV അരുൺ, എറണാകുളത്ത് നിന്ന് N ശ്രീനാഥ്, കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദ്, തിരുവനന്തപുരം മണ്ഡലത്തിലെ വിഴിഞ്ഞത്ത് നിന്ന് കിരൺ ബാബു, ആലപ്പുഴയിൽ നിന്ന് VV വിനോദ്, കൊല്ലത്ത് നിന്ന് ശ്യാം ദേവരാജ് എന്നിവർ ചേരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺ ഏറ്റവും ആദ്യം ചേരുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിലെ പേരൂർക്കടയിലാണ് അരുൺ ഉള്ളത്. അരുൺ, പേരൂർക്കടയാണല്ലോ മിക്കപ്പോഴും കൊട്ടിക്കലാശത്തിൻ്റെ സംഗമഭൂമിയാകാറുള്ളത്. ഇന്ന് എന്താണ് വിശേഷം? എത്ര മണിയോടുകൂടി അവിടെ ഈ പരിപാടികൾ ആരംഭിക്കും? എപ്പോഴേക്ക് സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമൊക്കെ എത്തിത്തുടങ്ങും? രഞ്ജിത്ത്, 3 മണിയോടുകൂടി ഇവിടെ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും എത്തിത്തുടങ്ങും. 4:30 മണിയോടുകൂടി ഇടതുമുന്നണി സ്ഥാനാർത്ഥി C. ദിവാകരൻ ഇവിടേക്ക് എത്തും. ശശി തരൂരും അതുപോലെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും എത്തുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. പക്ഷേ സ്ഥാനാർത്ഥികൾ എത്തിയില്ലെങ്കിൽ കൂടി കൊട്ടിക്കലാശം പേരൂർക്കടയിൽ ഇന്നും ആവേശമാകുമെന്ന് ഉറപ്പാണ്. എല്ലാ സന്നാഹങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ പൂർത്തിയായി കഴിഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം, VIP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. പ്രചരണത്തിൽ വലിയൊരു ആവേശവും വീറും വാശിയും സ്ഥാനാർത്ഥികളും പാർട്ടികളും കാണിച്ചിരുന്നു. ആ വീറും വാശിയും അല്പസമയത്തിനകം ആരംഭിക്കുന്ന കൊട്ടിക്കലാശത്തിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എക്കാലത്തും പേരൂർക്കടയാണ് തിരുവനന്തപുരം ജില്ലയിലെ കൊട്ടിക്കലാശത്തിന്റെ പ്രധാന കേന്ദ്രം. ഇത്തവണ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇടതുമുന്നണിയുടെ കൊട്ടിക്കലാശം. എല്ലാ മണ്ഡലങ്ങളിലും അത്തരത്തിൽ പ്രചരണങ്ങൾ ഉണ്ടാകും. മറ്റു മുന്നണികളും അത്തരത്തിൽ എല്ലാ മണ്ഡലങ്ങളിലൂടെയും പ്രചരണ ഘോഷയാത്രകൾ സംഘടിപ്പിക്കും. രാവിലെ തന്നെ മുന്നണികളുടെ റോഡ് ഷോ ആരംഭിച്ചിരുന്നു. C. ദിവാകരൻ തിരുവനന്തപുരത്തെ കഴക്കൂട്ടം മുതൽ പാറശാല വരെ റോഡ് ഷോ നടത്തി. കുമ്മനം രാജശേഖരൻ രാവിലെ ഭവന സന്ദർശനത്തിനും പള്ളികളിലെ സന്ദർശനത്തിനു ശേഷം പാറശാലയിൽ റോഡ് ഷോ നടത്തും. ശശി തരൂറും പ്രചരണവുമായി സജീവമാണ്. മുന്നണി സ്ഥാനാർത്ഥികൾ, മുന്നണി പ്രവർത്തകരെല്ലാം ഒരുമിച്ച് ഇവിടേക്ക് എത്തിച്ചേർന്നതുകൂടി പേരൂർക്കട അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ലഹരിയിലേക്ക് അമരും. 3 മുതൽ 6 മണി വരെ ഇവിടെ സ്ഥാനാർത്ഥികളുടെ പാർട്ടികളുടെ ശക്തി പ്രകടനത്തിന് പേരൂർക്കട വേദിയാകും. അവസാനവട്ട തയ്യാറെടുപ്പിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. നാളെ നിശബ്ദ പ്രചരണത്തിലുള്ള വേദി. ഇന്ന് പരമാവധി ആൾക്കാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് പ്രചരണ കോലാഹലങ്ങളിലൂടെ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളിലാണ് ഇടതു വലതു മുന്നണികളും BJP-യും. രഞ്ജിത്ത്, അരുൺ, തിരിച്ചു വരാം. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് N ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, എറണാകുളത്ത് എവിടെയാണ് കൊട്ടിക്കലാശം? 2 മുന്നണി സ്ഥാനാർത്ഥികളും ഒപ്പം കേന്ദ്രമന്ത്രിയും മത്സരിക്കാൻ ഇറങ്ങിയ സ്ഥലത്ത് മത്സരഫലം മാറിമറിയാനുള്ള സാധ്യതകളും വളരെയാണ്. ആദ്യഘട്ടത്തിലെ UDF-ന്റെ മുന്നേറ്റം അത് പ്രചരണ പരിപാടികൾ കൊണ്ട് രാജീവ് ഒപ്പമെത്തി എന്നാണ് സൂചനകൾ ലഭിച്ചു തുടങ്ങിയത്. ഇന്ന് എന്താണ് ഈ സ്ഥാനാർത്ഥികളുടെ പരിപാടികൾ രാവിലെ മുതൽ? രഞ്ജിത്ത്, സാധാരണഗതിയിൽ കലൂരാണ് എല്ലാ സ്ഥാനാർത്ഥികളുടെയും കൊട്ടിക്കലാശത്തിൻ്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണ 3 സ്ഥലങ്ങളിലായി കൊട്ടിക്കലാശം നടത്തണം എന്ന് ജില്ലാ ഭരണകൂടം അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
അതനുസരിച്ച് 3 കേന്ദ്രങ്ങളിലായാണ് ഇന്ന് കൊട്ടിക്കലാശം നടക്കുന്നത്. ഒന്ന് പാലാരിവട്ടം പ്രദേശത്താണ് ഇടതുമുന്നണിയുടെ കൊട്ടിക്കലാശം നടക്കുന്നതെങ്കിൽ കലൂർ ഭാഗത്താണ് BJP കൊട്ടിക്കലാശം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ടൗൺ ഹാൾ പരിസരത്താണ് കോൺഗ്രസിൻ്റെ ഹൈബീഡിൻ്റെ കൊട്ടിക്കലാശം നടക്കുന്നത്. ഞാൻ ഈ ഹൈബീഡിൻ്റെ കൊട്ടിക്കലാശം നടക്കുന്ന ടൗൺ ഹാൾ പരിസരത്താണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടേക്ക് പാർട്ടി പ്രവർത്തകരൊന്നും എത്തിച്ചേർന്നിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ ഏതാണ്ട് 3 മണിയോടുകൂടി പ്രവർത്തകർ എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഒരു ആശങ്കയുണ്ടായിരുന്നു, ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തം കുറയും എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രവർത്തകരെ പരമാവധി സജ്ജമാക്കിക്കൊണ്ട് കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് അവരുടെ കൊട്ടിക്കലാശം അതിമനോഹരമാക്കാനുള്ള ഒരുക്കത്തിലാണ് 3 പാർട്ടികളും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും 3 മുന്നണികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 3 മണിയോടുകൂടി കൊട്ടിക്കലാശം ആരംഭിക്കും. 6 മണിക്ക് പ്രചരണം തീരുന്നതിന് മുന്നോടിയായി അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്തവണ 3 കേന്ദ്രങ്ങളിലായതുകൊണ്ട് സംഘർഷ സാധ്യതകളൊന്നും ഉണ്ടാവില്ല. സാധാരണഗതിയിൽ ഒരു ഒറ്റ കേന്ദ്രത്തിലാവുമ്പോൾ അതിൻ്റെ ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്താറുണ്ട്. ഇത്തവണ അതുണ്ടാവാനുള്ള ഒരു സാധ്യത കുറവ് നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ പ്രചരണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും പിന്നിട്ടുകൊണ്ടാണ് 3 സ്ഥാനാർത്ഥികളും കൊട്ടിക്കലാശത്തിലേക്ക് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ അവർ വോട്ടർമാരെ നേരിട്ട് കണ്ടിരുന്നു. അതിനുശേഷം വാഹന പ്രചരണ ജാഥ നടത്തി. പിന്നീട് റോഡ് ഷോ അടക്കമുള്ള പ്രചരണ പരിപാടികൾ നടത്തി. ഇന്ന് റോഡ് ഷോ അടക്കമുള്ള പ്രചരണ പരിപാടികളുമായി 3 സ്ഥാനാർത്ഥികളും നഗരത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങൾ ചുറ്റിക്കറങ്ങുകയാണ്. അവസാനം കൊട്ടിക്കലാശമാകുമ്പോൾ മാത്രമേ അവർ ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുള്ളൂ. ഏതായാലും അതിമനോഹരമായ രീതിയിൽ ഒരു പ്രചരണത്തിന് യാതൊരു കുറവും സംഭവിക്കാത്ത രീതിയിൽ പ്രവർത്തകരെ മുഴുവൻ ആവേശഭരിതരാക്കത്തക്ക രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശം അത് നടത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് വിവരങ്ങൾ എറണാകുളത്ത് നൽകുന്നത്. കോഴിക്കോട്ട് നിന്ന് മുഹമ്മദ് ഷഹീദും ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഷഹീദ്, ഇത്തരത്തിൽ വലിയ മത്സരം, കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലം, MK രാഘവൻ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല, പ്രദീപ് കുമാറിന് വിജയം അത്ര സുഗമവുമല്ല. എന്താണ് ഈ അവസാന ദിവസം, പരസ്യപ്രചരണത്തിൻ്റെ അവസാന ദിവസം മുന്നണി സ്ഥാനാർത്ഥികളുടെ പരിപാടികൾ? ഏതു രീതിയിലാണ് കൊട്ടിക്കലാശമൊക്കെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട്. 2 സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം തമ്മിൽ മാറ്റുരയ്ക്കുന്ന വലിയ മത്സരം നടക്കുന്ന മണ്ഡലം. ജയപരാജയങ്ങൾ, നിസ്സാരമായ കാരണങ്ങൾ പോലും ജയപരാജയങ്ങൾ മാറി പറയുന്ന മണ്ഡലം. ഈ രീതിയിലുള്ള പ്രചരണമാണ് ഈ കഴിഞ്ഞ 40 ദിവസക്കാലം മണ്ഡലത്തിൽ നമ്മൾ കാണുകയും ചെയ്തത്. ഏറ്റവും അവസാന ദിവസം പോലും, ഇന്ന് പോലും MK രാഘവനെതിരെയുള്ള ഒളിക്യാമറ വിവാദം CPM വലിയ ആരോപണം വിധേയമാക്കി. CPM നേതാവ് എളമരക്കരി വാർത്താസമ്മേളനം വിളിച്ച് രാഘവൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഈ രീതിയിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ നടന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട്. ഇതിൻ്റെ കൊട്ടിക്കലാശം, ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയത്താണ് 3 മുന്നണി സ്ഥാനാർത്ഥികളും ഇവിടെ സംഗമിക്കുമെന്നാണ് നമ്മെ അറിയിച്ചിട്ടുള്ളത്. 3 മണിയോടുകൂടി ഇവിടെ പ്രവർത്തകർ കൂട്ടമായി ഒഴുകിയെത്തി തുടങ്ങും. ഇപ്പോൾ തന്നെ ഉച്ച തിരിഞ്ഞത് മുതൽ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ, ഉൾപ്രദേശങ്ങളിലെല്ലാം തന്നെ ചെറിയ തോതിലുള്ള ആഹ്ലാദങ്ങളും ആരവങ്ങളും എല്ലാം ഉയർന്നു കഴിഞ്ഞു. ഈ ചെറു സംഘങ്ങളെല്ലാം തന്നെ 3 മണിയോടുകൂടി പാളയത്തേക്ക് ഒരുമിച്ച് ചേരും. ഈ കഴിഞ്ഞ 40 ദിവസം മുഖാമുഖം പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി വലിയ പോരാട്ടം നടത്തിയ 3 മുന്നണികളും ഈ റോട്ടിൽ, ഈ പാളയത്തെ ഈ നിരത്തിൽ മുഖാമുഖം നിൽക്കുന്ന ഒരു കാഴ്ച രാഷ്ട്രീയത്തിൽ വളരെ സൗന്ദര്യാത്മകമായ ഒരു കാഴ്ച കൂടിയാണത്. അതിന് അല്പസമയത്തിനകം തന്നെ ഇവിടെ സാക്ഷിയാകും, ഈ പാളയം സാക്ഷിയാകും. കനത്ത പോലീസ് സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ മറ്റ് സംഘർഷങ്ങൾ, ഈ മുഖാമുഖം നിന്ന് എതിർപാർട്ടികളും ആ രീതിയിൽ മുഖാമുഖം വരുന്നത് സംഘർഷത്തിലേക്ക് പോകാതിരിക്കാനുള്ള ചില മുൻകരുതലുകളെല്ലാം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആവേശത്തിന് മാറ്റി കുറയ്ക്കില്ല. ആ രീതിയിലുള്ള വലിയ ഒരു ആവേശത്തിനായിരിക്കും കോഴിക്കോട് പാളയം അല്പസമയത്തിനകം തന്നെ സാക്ഷിയാവുക. ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ഈ റോഡ് ഷോകൾ പൂർത്തിയാക്കി, നഗരപ്രാന്ത പ്രദേശങ്ങളിൽ റോഡ് ഷോകൾ പൂർത്തിയാക്കി ഏറെക്കുറെ ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ റോഡ് ഷോകളുമായി വിവിധ നഗരങ്ങളിൽ അല്ലെങ്കിൽ നഗരപ്രാന്ത പ്രദേശങ്ങളിലെ ചെറുപട്ടണങ്ങളിലൂടെ റോഡ് ഷോ ആയി പോകുന്ന ഒരു പ്രചരണമാണ് സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ഏതായാലും കോഴിക്കോട് ഈ രീതിയിലാണ്. തൊട്ടടുത്ത മണ്ഡലങ്ങളിലെല്ലാം തന്നെ പൊന്നാനി മണ്ഡലത്തിൽ ET മുഹമ്മദ് ബഷീറും PV അൻവറും തിരൂരിൽ അവർ രണ്ടുപേരും സംഗമിക്കും. 2 സ്ഥാനാർത്ഥികളും പങ്കെടുക്കുന്ന ഒരു കൊട്ടിക്കലാശത്തിനായിരിക്കും പൊന്നാനി മണ്ഡലത്തിൽ തിരൂരിൽ സാക്ഷിയാകുക എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വയനാട്ടിൽ നിർമ്മലാ സീതാരാമൻ കൂടി ഇന്ന് അവിടെ ഉണ്ടാകുമെന്ന് അറിയിക്കുന്ന ഒരു അറിയിപ്പ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളിയും കൽപ്പറ്റയിൽ എത്തിച്ചേരും. വടകരയിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വടകരയിൽ P ജയരാജൻ, ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥി VK സജീവൻ, ഈ 2 പേരും വടകര ടൗണിൽ പുതിയ സ്റ്റാൻഡിലും പഴയ സ്റ്റാൻഡ് പരിസരങ്ങളിലും
സ്ഥാനാർത്ഥിയുമായി രണ്ടുപേരും എത്തും. കെ മുരളീധരൻ പേരാമ്പ്രയിലാണെന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും തലശ്ശേരിയിൽ കോടിയേരി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കൂടി ഈ കൊട്ടിക്കലാശത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പ്രവർത്തകർക്ക് ആവേശം പകർന്ന് എത്തുമെന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പോലും ഈ കൊട്ടിക്കലാശത്തിൻ്റെ അവസാന നിമിഷങ്ങൾ പോലും വലിയ ആവേശമുണ്ടാക്കി. ഒരു വോട്ടും പോലും ചോർന്നു പോകാത്ത രീതിയിൽ കൊട്ടിക്കലാശത്തിൻ്റെ വർണ്ണപ്പകിട്ട് പുറത്തെത്തിച്ച് ഒരു വോട്ട് പോലും ചോർന്നു പോകാത്ത രീതിയിലുള്ള ഒരു സംവിധാനത്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾ ഏതായാലും ഒരുങ്ങിയിരിക്കുന്നത്. 40 ദിവസം നീണ്ട പ്രചാരണത്തിൻ്റെ അവസാന കൊട്ടിക്കലാശം, അവസാന നിമിഷങ്ങൾ വലിയ ആവേശത്തോടുകൂടി പര്യവസാനിക്കാനാണ് സാഹചര്യം അങ്ങനെയാണ്. ഒപ്പം സമീപത്തുള്ള മണ്ഡലങ്ങളിലും വലിയ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ കൊട്ടിക്കലാശമടക്കം ആസൂത്രണം ചെയ്തിരിക്കുന്നു മുന്നണികൾ. വിഴിഞ്ഞത്ത് നിന്ന് കിരൺ ബാബു കൂടി ചേരുന്നു. കിരൺ, ഈ തീരദേശ മേഖലയിൽ വിഴിഞ്ഞം ഭാഗത്ത് മുന്നണികൾ 3 പേരും ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്ന വോട്ടുകളുണ്ട്. എങ്ങോട്ടേക്ക് തിരിയും കൃത്യമെന്ന് പറയാൻ കഴിയാത്ത വോട്ടുകളാണ്. ഏത് തരംഗം അവിടെ ആഞ്ഞുവീശുമെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. ഏതായാലും അവിടെയും വലിയ തോതിൽ ശക്തമായ പ്രചരണ പരിപാടികൾ ഇന്നുണ്ടായിരിക്കുമല്ലോ. എന്താണ് അവിടെ മുന്നണികൾ ആസൂത്രണം ചെയ്തിരിക്കുന്ന പരിപാടികൾ? കിരൺ ബാബുവിലേക്ക് തിരിച്ചു വരാം. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. വി വിനോദ് ചേരുന്നു. ക്ഷമിക്കണം, വി അരുൺ തിരുവനന്തപുരത്തുണ്ട്. അരുൺ, ഇത്തരത്തിൽ ഇന്ന് 3 മണിയോടുകൂടിയെങ്കിലും പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഒക്കെ അങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്ന് കരുതാം. തിരുവനന്തപുരത്തെ പ്രത്യേക സാഹചര്യം, ഇന്ന് ഇപ്പോൾ കൊട്ടിക്കലാശം നടത്തി പരസ്യപ്രചരണം അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിലെ കാര്യങ്ങൾ പോവുകയാണ്. 5 മണിക്ക് ശേഷം 6 മണിക്ക് ശേഷം പരസ്യപ്രചാരണം പാടില്ല. അതിനുശേഷമുള്ള മുന്നണി സംവിധാനങ്ങളുടെ പ്രവർത്തനം, അതിനെക്കുറിച്ച് സ്ഥാനാർത്ഥികൾ, UDF LDF BJP നേതാക്കൾ നൽകുന്ന പദ്ധതികൾ അതെന്താണ്? രജിത്ത്, പരസ്യപ്രചരണം അവസാനിച്ചാൽ പിന്നീടുള്ള മണിക്കൂറുകൾ 24 മണിക്കൂറും ബാക്കി ഇന്നത്തെ ദിവസത്തിന്റെ ബാക്കി സമയവും വളരെ നിർണായകമാണ് ഓരോ മുന്നണിക്കും ഓരോ സ്ഥാനാർത്ഥിക്കും. കാരണം അടിയൊഴുക്കുകൾ നിശ്ചയിക്കപ്പെടുക, അടിയൊഴുക്കുകൾ തടയാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അവസാനവട്ട തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കുക എല്ലാം ഈ ഘട്ടത്തിലായിരിക്കും. ലഭിക്കാവുന്ന ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ മുന്നണി സ്ഥാനാർത്ഥികളും പാർട്ടി നേതൃത്വവും നടക്കും. തിരുവനന്തപുരം മണ്ഡലം അക്ഷരാർത്ഥത്തിൽ അപ്രവചനീയമായ അവസ്ഥയിലേക്കാണ് ഈ അവസാന ഘട്ടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാർട്ടിക്കും കൃത്യമായ ഒരു മേൽക്കൈ ഇവിടെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. BJPയും ഇടതുമുന്നണിയും UDFും ഒരുപോലെ ഇവിടെ പ്രതീക്ഷ പുലർത്തുന്നു. UDFിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനാകുമെന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് UDF ക്യാമ്പുള്ളത്. അതിന് കാരണമായി അവർ പറയുന്നത് ശശി തരൂരിന്റെ വ്യക്തിപ്രഭാവം തന്നെയാണ്. ഇടതുമുന്നണിക്കും അതുപോലെ BJPക്കുമെതിരെ 2 സർക്കാരുകൾക്കെതിരെയും വലിയ അതൃപ്തി ജനങ്ങൾക്കിടയിലുണ്ട്. അത് തങ്ങൾക്ക് അനുകൂലമായി വോട്ടായി മാറും. തിരഞ്ഞെടുപ്പിന്റെ മധ്യഘട്ടത്തിൽ UDF ക്യാമ്പിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും ആശങ്കകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും തരൂരിന് വേണ്ടി കോൺഗ്രസിന്റെ ഒരു വിഭാഗം പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, തരൂരിന് വേണ്ടി പ്രവർത്തിക്കാതെ വിട്ടുനിൽക്കുന്നു എന്ന ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം നേരിട്ടിടപെട്ട് അത്തരം ആശങ്കകൾ അവസാനിപ്പിച്ചു. പിന്നീട് കഴിഞ്ഞ ഒരാഴ്ച തരൂരിന്റെ പ്രവർത്തനം വളരെ ഊർജിതമായി കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായ രംഗത്തിറക്കുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്ത് നമുക്ക് കാണാനായത്. റോഡ് ഷോയിലടക്കം രാഹുൽ ഗാന്ധിയുടെ ഇവിടുത്തെ പൊതുപരിപാടികളടക്കം വലിയ പങ്കാളിത്തം കോൺഗ്രസിന്. തീർച്ചയായും അത്തരത്തിലുള്ള സാഹചര്യം കിരണിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. അരുൺ, കിരൺ കുറെ സമയമായി കോവളത്ത് കിരണിലേക്ക് പോകേണ്ടതുണ്ട്. കിരണോട് കാത്തു നിൽക്കുകയാണ്. കിരൺ, നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ ഈ തീരദേശ മേഖലയിൽ വലിയ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ BJP അടക്കം നടത്തിയ പശ്ചാത്തലമുണ്ടായിരുന്നു. അവിടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി നയിച്ച റോഡ് ഷോ അടക്കം കുമ്മനം രാജശേഖരന്റെ പ്രചരണ പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പം ശശി തരൂരും C ദിവാകരനുമൊക്കെ ഒരുപാട് പ്രതീക്ഷിക്കുന്ന വോട്ടുകളുമുണ്ട്. അവിടെ തരംഗം എങ്ങോട്ടാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോഴും അവസാന നിമിഷം വോട്ടുറപ്പിക്കാൻ എന്തൊക്കെ പദ്ധതികൾ, എന്തൊക്കെ പരിപാടികൾ ഇന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നു മുന്നണികൾ? രഞ്ജിത്ത്, ഏറ്റവും പ്രധാനമായും തീരദേശ മേഖലയെ കേന്ദ്രീകരിച്ചാണ് 3 മുന്നണികളുടെയും പ്രവർത്തനം നടക്കുന്നത്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയുണ്ട്. കഴിഞ്ഞ തവണ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇവിടെയുള്ളത്. അതിൽ 4 കഴിഞ്ഞ തവണ രാജഗോപാലിനായിരുന്നു ലീഡ് നേടാൻ കഴിഞ്ഞത്. എന്നാൽ 3 മണ്ഡലങ്ങളിലെ, ഈ 3 തീരദേശ മണ്ഡലങ്ങളിലെ കോവളം, നേമം, നേരുകര 3 തീരദേശ മണ്ഡലങ്ങളിലെ വോട്ട് കൊണ്ടാണ് ശശി തരൂരിന് വിജയിക്കാൻ കഴിഞ്ഞത്. ഇവിടുത്തെ വോട്ട് ഏറ്റവും നിർണായകമായിരുന്നു. മികച്ച ഭൂരിപക്ഷത്തിലേക്കാണ് അവിടെ എത്തിയത്. ഈ 3 BJPയുടെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. അവിടെ 2ാം സ്ഥാനത്തേക്ക് വന്നത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ്. ഈ വോട്ട് ബാങ്കാണ്, ഈ വോട്ടിലെ വ്യത്യാസത്തെ മറികടക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BJP ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് ശശി തരൂരിൻ്റെ വോട്ട് ഈ 3 മണ്ഡലങ്ങളിൽ പരമാവധി കുറയ്ക്കുക, ഭൂരിപക്ഷം കുറയ്ക്കാൻ വേണ്ടിയുള്ള വർക്ക് നേരത്തെ തന്നെ വളരെ ചിട്ടയായി തന്നെ നടത്തിയിരുന്നു. ഇതിനെല്ലാം മറികടക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഒരാഴ്ചയോട്, നേരത്തെ അരുൺ സൂചിപ്പിച്ചാൽ ഒരാഴ്ചയോട് കൂടിയാണ് UDFിൻ്റെ വർക്ക് അതിൻ്റെ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വർക്കിലേക്ക് മാറിയത്. അണികൾ ആവേശത്തോടു കൂടി വന്നത്. ഇന്ന് രാവിലെ ഉമ്മൻചാണ്ടിയുടെ റോഡ് ഷോ ആണ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം AK ആന്റണിയുടെ റോഡ് ഷോ ആണ്. സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും AK
കെ ആന്റണി ഈ തീരപ്രദേശം കൂടി റോഡ് ഷോ നടത്താറുണ്ട്. ആ റോഡ് ഷോ നടത്തുന്ന തുമ്പയിൽ നിന്ന് തുടങ്ങുന്ന റോഡ് ഷോ ആണ്. അതിന് പകരം ഇന്ന് വിഴിഞ്ഞം മേഖലയിലേക്ക് പുതുതായി ഉമ്മൻചാണ്ടിയുടെ ഒരു റോഡ് ഷോ കൂടി അവർ അറേഞ്ച് ചെയ്തിരുന്നു. ഈ റോഡ് ഷോയ്ക്ക് വലിയ പ്രതികരണമാണ് ഉണ്ടായത് തീരദേശ മേഖലയിൽ നിന്ന്. തീരദേശ മേഖല ആകെ അക്ഷരാർത്ഥത്തിൽ ഇളക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു റോഡ് ഷോ എന്ന് വേണം തന്നെ പറയാൻ. അത്തരത്തിലുള്ള റോഡ് ഷോ ആണ് നടത്തുന്നത്. 3 പ്രധാന നേതാക്കളും കോൺഗ്രസിൻ്റെ 3 പ്രധാന നേതാക്കളും ഇന്ന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. രമേശ് ചെന്നിത്തലയും ഇതുപോലെ ഒരു സമാനമായ റോഡ് ഷോ നടത്തുന്നുണ്ട്. ഇവരെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം കഴിഞ്ഞ തവണ എങ്ങനെയാണോ ഈ തീരദേശ മേഖലയിലെ 3 മണ്ഡലങ്ങൾ പൂർണ്ണമായും കോൺഗ്രസിനൊപ്പം നിന്നത്, കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം നൽകിയത്, ഇതേ ഭൂരിപക്ഷം പരമാവധി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഈ ഭൂരിപക്ഷം കുറയ്ക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് BJP നടത്തുന്നത്. ഒപ്പം ഈ തീരദേശ മേഖലയിൽ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയത് ഇടതുമുന്നണിയായിരുന്നു. ഇടതുമുന്നണിക്ക് കഴിഞ്ഞ തവണക്കാൾ കുറെ കൂടി മികച്ച സ്ഥാനാർത്ഥി ഇത്തവണയുണ്ട്. സി ദിവാകരനുണ്ട്. സി ദിവാകരന്റെ വ്യക്തിപ്രഭാവം ഈ തിരുവനന്തപുരത്തുകാരൻ എന്നുള്ള ഒരു പ്രത്യേക ബന്ധം അടക്കം എടുത്തു കാട്ടിക്കൊണ്ട് അവിടെ പരമാവധി വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയാണ് സി ദിവാകരൻ ശ്രമിക്കുന്നത്. എന്തായാലും തീരദേശ മേഖലയുടെ വോട്ട് അതിനിർണായകമാണ്. 3 മുന്നണികളെ സംബന്ധിച്ചും ഒരേപോലെ നിൽക്കുന്ന 3 മുന്നണികൾക്കും വോട്ടിൽ വലിയ കാര്യമായ വ്യത്യാസമില്ലാത്ത ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വോട്ട് ആരുടെയായാലും വിജയവും പരാജയവും നിശ്ചയിക്കുന്നതിൽ ഏറ്റവും നിർണായകമാവും. കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തീരദേശ മേഖലയിലെയും തിരുവനന്തപുരം മണ്ഡലത്തിലെയും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് കിരൺ നൽകിയത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. ഇടവേളയ്ക്ക് ശേഷം ആലപ്പുഴയിൽ നിന്നും കൊല്ലത്ത് നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരും കൊട്ടിക്കലാശത്തിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി. സംസ്ഥാനത്ത് ഇന്ന് കൊട്ടിക്കലാശം വൈകുന്നേരം 6 മണിയോടുകൂടി കൊട്ടിക്കലാശം അവസാനിക്കും. 3 മണിയോടുകൂടി കൊട്ടിക്കലാശത്തിനുള്ള പരിപാടികൾ ആരംഭിക്കും. മുന്നണി സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരൊക്കെ ഇപ്പോൾ കൊട്ടിക്കലാശ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്ന് വി വിനോദ് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിനോദ്, ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലം, വിജയം ആർക്കെന്നത് അപ്രവചനീയം. അത്തരത്തിൽ വലിയ തോതിൽ ജനത്തെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തത്തക്ക രീതിയിലുള്ള പ്രചണ്ഡമായ പ്രചരണമായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വന്നത് ആലപ്പുഴയിൽ. മുന്നണി സ്ഥാനാർത്ഥികൾക്കൊപ്പം ഇരുമുന്നണി സ്ഥാനാർത്ഥികൾക്കൊപ്പം BJPയും ശക്തനായ സ്ഥാനാർത്ഥി നിർത്തിയ മണ്ഡലം കൂടിയാണ് അവിടെ. ഇന്ന് കൊട്ടിക്കലാശ ദിവസം എന്താണ് മുന്നണികൾ ആസൂത്രണം ചെയ്തിരിക്കുന്ന പരിപാടികൾ? എവിടെയാണ് കൊട്ടിക്കലാശമുള്ളത് ഇന്ന്? രഞ്ജിത്ത്, ആലപ്പുഴ നഗരത്തിലെ മുല്ലയ്ക്കൽ, ഒപ്പം തന്നെ സക്കറിയ ബസാർ, വെള്ളക്കിണർ എന്നീ 3 ഇടങ്ങളിലായാണ് കൊട്ടിക്കലാശത്തിന് ഇടം അനുവദിച്ചിട്ടുള്ളത്. 3 മുന്നണികൾക്കായാണ് ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം സ്ഥലം അനുവദിച്ചിട്ടുള്ളത്. കാരണം നേരത്തെ സക്കറിയ ബസാറിൽ മാത്രമായിരുന്നു മുൻകാലങ്ങളിൽ കൊട്ടിക്കലാശം നടന്നിരുന്നത്. പക്ഷേ പിന്നീട് പല ഘട്ടങ്ങളിലും അവിടെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സാഹചര്യം കണക്കിലെടുത്താണ് ഇത്തവണ 3 ഇടങ്ങളിൽ, അടുത്തടുത്ത ഇടങ്ങൾ തന്നെയാണ് 3 ഇടങ്ങളിലായി പ്രധാനപ്പെട്ട 3 മുന്നണികൾക്ക് കൊട്ടിക്കലാശത്തിനുള്ള ഇടം അനുവദിച്ചിട്ടുള്ളത്. 4 മണിയോടുകൂടി കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോഴും സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. വിവിധ ഇടങ്ങളിലായി മണ്ഡലത്തിലെ 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലുമായും ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ പര്യടനം തുടരുകയാണ്. 4 മണിയോടുകൂടി മിക്കവാറും പ്രവർത്തകർ എല്ലാം തന്നെ നഗരത്തിലേക്ക് കേന്ദ്രീകരിക്കുകയും അവിടേക്ക് സ്ഥാനാർത്ഥികൾ എത്തുന്ന സാഹചര്യം ഉണ്ടാകും. പ്രധാനപ്പെട്ട നേതാക്കളും ഇവിടേക്ക് വരും. LDFന് വേണ്ടി മന്ത്രി G സുധാകരൻ അടക്കമുള്ളവർ കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമാകും. ജില്ലയുടെ ചുമതലയുള്ളത് MV ഗോവിന്ദനാണ്, അദ്ദേഹവും ഉണ്ടാകും. അതേസമയം ലതിക സുഭാഷ് അടക്കമുള്ള നേതാക്കൾ UDFന് വേണ്ടി കൊട്ടിക്കലാശത്തിൻ്റെ ഇടത്തേക്ക് എത്തും. അവിടെ പ്രവർത്തകരോടൊപ്പം ഈ അവസാനവട്ട പ്രചരണത്തിൽ പങ്കാളികളാകും. ഏതായാലും വലിയ ആവേശം തന്നെയാണ്. NDA ക്യാമ്പും പിറകിലേക്കല്ല, അവരും വലിയ ആവേശത്തിൽ തന്നെയാണ്. കാരണം BDJSന്റെ ഒരു വലിയ സാന്നിധ്യം അവർക്ക് അനുകൂലമായി ആലപ്പുഴ ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരും വലിയ പ്രതീക്ഷയാണ് മണ്ഡലത്തിൽ വെച്ച് പുലർത്തുന്നത്. ഏതായാലും കഴിഞ്ഞ ഒരു 40-45 ദിവസത്തെ കാര്യം പരിശോധിച്ചാൽ ഇവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് വർഗീയതയ്ക്കെതിരായ പോരാട്ടം, അത് ആര് ശക്തമായി നടത്തുന്നു എന്ന് തന്നെയാണ്. LDFും UDFും ഇക്കാര്യമാണ് ഏറ്റവും കൂടുതൽ മണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. നമുക്കറിയാം, ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ച് വോട്ടർമാരുടെ കാര്യത്തിൽ ഈഴവ വോട്ടും മുസ്ലിം വോട്ടുമാണ് ഏറ്റവും അധികമായി ഈ മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ വലിയ തോതിൽ ഇവിടെ ഉയർത്തപ്പെട്ടു. അതോടൊപ്പം പ്രളയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. ആലപ്പുഴ പ്രളയബാധിതമായ ജില്ലകളിൽ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച ഒരിടമാണ്. ജനങ്ങളെ നേരിട്ട് ബാധിച്ച വിഷയമാണ്. അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ശബരിമല വിഷയവും ഇവിടെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. BJP വലിയ ചർച്ചയായി ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നു. ഏതായാലും UDFന്റെ സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനാണ്. 2 തവണ KC വേണുഗോപാൽ UDFന് വേണ്ടി ഇവിടെ നിന്ന് ജയിച്ചു പോയ മണ്ഡലമാണ്. UDF മണ്ഡലം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി അത്തരം പ്രചരണവുമായാണ് മുന്നോട്ട് പോയത്. അതേസമയം AM ആരിഫാണ് LDFന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം 2 തവണ MLA ആളാണ്. ഇപ്പോഴും അരൂരിലെ സിറ്റിംഗ് MLA ആണ്. ക്ലീൻ ഇമേജ് തന്നെയാണ്
LDF അരൂരിൻ്റെ MLA എന്ന നിലയിൽ ആരിഫിൻ്റെ ഒരു നേട്ടമായി ഉയർത്തിക്കാട്ടുന്നത്. അതുവഴി മണ്ഡലം തിരികെ പിടിക്കാമെന്ന് LDFും കരുതുന്നു. ഡോക്ടർ KS രാധാകൃഷ്ണനാണ്, മുൻ PSCയുടെ ചെയർമാനാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്നാണ് BJPയിലേക്ക് വന്നത്. NDA സ്ഥാനാർത്ഥിയായി അദ്ദേഹവും മത്സരിക്കുന്നു. മികച്ച സ്ഥാനാർത്ഥിയെ തങ്ങൾ അവതരിപ്പിച്ചുവെന്ന് NDAയും അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും വലിയ മത്സരമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. ആര് വിജയിക്കും എന്ന് ഈ ഘട്ടത്തിൽ ഒരു തരത്തിലും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രചരണവുമായി തന്നെയാണ് ഈ ഘട്ടത്തിലും മുന്നണികൾ എത്തിയിരിക്കുന്നത്. രഞ്ജിത്ത്, വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. ഷാനിമോൾ ഉസ്മാനും ഒപ്പം AM ആരിഫും KS രാധാകൃഷ്ണനും തമ്മിലുള്ള ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെ SNDPയുടെ പിന്തുണ ഉണ്ട് എന്ന് കരുതുന്നു BJPയുടെ സ്ഥാനാർത്ഥി. ഒപ്പം NSന്റെ പിന്തുണയും സ്ഥാനാർത്ഥികൾ കുതിക്കുന്ന സാഹചര്യമുണ്ട്. ഈ രണ്ട് സംഘടനകൾക്കും വലിയ നിർണായക സ്വാധീനമുള്ള ഒരു പ്രദേശം കൂടിയാണ് ആലപ്പുഴ. എറണാകുളത്തെ വിജയത്തിൽ ഹൈബി ഈഡൻ സംശയമില്ല. ഈസ്റ്റർ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ഹൈബി അവസാന ദിവസ പ്രചാരണത്തിന് ഇറങ്ങിയത്. വിനീത VG തയ്യാറാക്കിയ റിപ്പോർട്ട്. കുറച്ച് സമയം കൂടി ഉള്ളൂരി നമുക്ക് മുന്നിൽ. അപ്പം എല്ലായിടത്തും പ്രചരണം എത്തിക്കാൻ കഴിയുമോ? എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള ഒരു പ്രതികരണം? എങ്ങനെയുണ്ട് ജനങ്ങളുടെ? ഞാൻ ചെല്ലുന്ന സ്ഥലത്തെല്ലാം ജനങ്ങൾ വലിയ തോതിലുള്ള ഒരു സ്വീകരണമാണ്, വലിയ പോസിറ്റീവ് റെസ്പോൺസാണ് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്നുണ്ടാവുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം UDFന് വലിയ ഗുണം ചെയ്യുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ പാർട്ടിയുടെ വിലയിരുത്തലും അങ്ങനെയാണ്. അതുമാത്രമല്ല, ചെല്ലുന്ന സ്ഥലത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ജനങ്ങളുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു റെസ്പോൺസ് നന്നായിട്ടുണ്ട്. അത് വോട്ടായി മാറുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. എത്രത്തോളം ഉണ്ട് വിജയ പ്രതീക്ഷ? UDFിൻ്റെ അതെല്ലാ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കും തന്നെയാണല്ലോ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചത് UDFിൻ്റെ ഒരു പൊന്നാപുരം കോട്ടയാണ്. അത് കാത്തു സംരക്ഷിക്കാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, പാർട്ടി ദൗത്യം. പക്ഷേ ആ ദൗത്യത്തിൽ നിന്ന് വിഭിന്നമായി ഒരു തിളക്കമാർന്ന വിജയമാണ്. പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ എറണാകുളത്ത് വിജയം ഉറപ്പാണെന്ന് P. രാജീവും പറയുന്നു. മണ്ഡലം ഇത്തവണ ഇടതുമുന്നണിക്ക് ഒപ്പം നിൽക്കാനുള്ള കാരണങ്ങളും രാജീവ് പങ്കുവെക്കുന്നു. മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു? വളരെ ആത്മവിശ്വാസമാണ്. മാർച്ച് 9 എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. എന്നാലിപ്പോൾ ഈ പര്യടനം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായി മാറാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനും ഏതെങ്കിലും ജാതിമത ചിന്തകൾക്ക് അതീതമായി പൊതുസമൂഹത്തിൻ്റെ ഒരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരെന്നെ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെ ആളായി കാണുന്നില്ല. ഏതാണ്ട് ചുരുങ്ങിയ ഒരു സമയം മാത്രമേ ഉള്ളൂ കലാശക്കൊട്ടിലേക്ക്. ഈ ഒരു സമയം കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കഴിയുമെന്ന് എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഒരു പ്രതീക്ഷ? ഞാൻ ഇത്തവണ പരമാവധി ആളുകളിലേക്ക് പല രൂപത്തിലെത്തും. ഇപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ വെർച്വൽ പ്ലാറ്റ്ഫോമായിരുന്നു. അത് അമേരിക്കയിലിരിക്കുന്നവരുണ്ട്, ഇന്ത്യയിലിരിക്കുന്നവരുണ്ട്, എന്നെ കൂടെ പഠിച്ചവർ, ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവർ, അവരെല്ലാം അവരിപ്പോൾ ചിലപ്പോൾ വന്നിട്ടുണ്ട് ലീവ് എടുത്തിട്ട് തന്നെ. അപ്പോൾ അതുവഴി പരമാവധി ചെറുപ്പക്കാരിലേക്ക് ഇപ്പോൾ ഇൻഫോ പാർക്ക് ഞാനാണ് ഇത്തരം രീതികൾ ആദ്യം തുടങ്ങാൻ ശ്രമിച്ചത്. അവരൊക്കെയായിട്ടുള്ള ചർച്ചകൾ എന്താണ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യുവൻസി, അത് ഞാൻ ഇൻഫോ പാർക്കിലെ ആളുകളുമായി ചർച്ച ചെയ്തു, മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച ചെയ്തു, എല്ലാ വിഭാഗവുമായിട്ട് ചർച്ചകളിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ നല്ലൊരു ജനബന്ധം, അവരെന്നുള്ള അഭിപ്രായങ്ങൾ, ഞാൻ എപ്പോഴും ഒരു ഒഴിഞ്ഞ പാത്രമാണെന്ന് കരുതുന്ന ആളുകളാണ്. എറണാകുളം പുതിയ ചരിത്രം എഴുതുമെന്ന് BJP സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം പറയുന്നു. അവസാന മണിക്കൂറുകളിൽ പ്രചാരണം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായും കണ്ണന്താനം ന്യൂസ് 18നോട് പറഞ്ഞു. കലാശക്കൊട്ടിന് ഏതാണ്ട് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കെ എല്ലാ സ്ഥാനാർത്ഥികളും ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ ഇടയിലാണ്. ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയായ അൽഫോൺസ് കണ്ണന്താനമാണ് നമ്മളോടൊപ്പം ഉള്ളത്. സർ, ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് ഈസ്റ്റർ ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈസ്റ്റർ ഈസ്റ്ററിൻ്റെ ആശംസകൾ? ഞാൻ രാത്രിയിൽ പള്ളിയിൽ പോയിരുന്നു, കപ്പൽ പള്ളിയിൽ. അപ്പോൾ നല്ല മനോഹരമായ സർവീസായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ ചാവറ സെൻറ്ററിലാണ്, ബാക്കി 2 സ്ഥാനാർത്ഥികളുടെ കൂടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈസ്റ്ററിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ ലളിതമാണ്. നമ്മൾ വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ പോലും നമ്മൾ തയ്യാറാകണം, പക്ഷേ നമ്മൾ ഉയർത്തെഴുന്നേക്കും. അപ്പോൾ ഒന്നും ഭയപ്പെടുന്ന നട്ടൽ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഇലക്ഷൻ്റെ 2 കാര്യങ്ങളെ പറ്റിയാണ്. കേരളവും മോദിയുടെ സ്വപ്നത്തിൽ പങ്കിടണോ? കഴിഞ്ഞ 4 വർഷം 5 വർഷമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ നടന്നത് ഇന്ത്യയിലാണ്. അതിന് ചുക്കാൻ പിടിച്ച മോദിജിയാണ്. കേരളത്തിലും അതിൻ്റെ എല്ലാ ഗുണവും ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് കേരളം അതിൻ്റെ പങ്കാണ്. അതോ UDF LDF കഴിഞ്ഞ് 10-60 വർഷമായിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പഠിത്തമുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാർക്കെല്ലാം ഇന്ന് വലിയ ഫ്രസ്ട്രേഷനാണ്. പണ്ടൊക്കെ ഗൾഫിൽ പോയിരുന്നു, ഇപ്പോൾ ആ ചാൻസും ഇല്ല. ആ സ്വപ്നത്തിൽ പങ്കാണ്. രണ്ടാമത് ഇവിടെ തിരഞ്ഞെടുക്കുമ്പോൾ കൊച്ചിക്ക് ഗുണമുണ്ടാകാൻ പോകുന്ന ഒരാൾ തിരഞ്ഞെടുക്കണ്ടേ? അതെങ്ങനെ മനസ്സിലാക്കുന്നത്? ചരിത്രം. ഞാൻ 40 വർഷമായിട്ട് IAS കാരനായി, കോട്ടയം കളക്ടറും ഡൽഹി കമ്മീഷണറും, അത് കഴിഞ്ഞ് ഇവിടെ എൻട്രൻസ് കമ്മീഷണറും
ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും അത് കഴിഞ്ഞ് രാജിവെച്ച MLA-യും അത് കഴിഞ്ഞ് ഇപ്പോൾ മന്ത്രിയൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. എവിടെ പോയാലും ദൈവാനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ പറയാം, ജനങ്ങളുടെ വളരെ ഉള്ള കോപ്പറേഷൻ കൊണ്ടാണെന്ന് പറയാം, അവരുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് പറയാം. പക്ഷേ എവിടെ പോയാലും അവിടെ നല്ല വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൊച്ചിയിലും അൽഫോൺസ് കണ്ണന്താനം എറണാകുളത്തെ NDA സ്ഥാനാർത്ഥിയാണ് വിനീത VGയോട് സംസാരിച്ചത്. ഇപ്പോൾ N ശ്രീനാഥ് ഉണ്ട് കൊച്ചിയിൽ, എറണാകുളത്ത്. ശ്രീനാഥ്, ഇത്തരത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും. ഹൈബി ഒട്ടും ആത്മവിശ്വാസം കുറയ്ക്കുന്നില്ല, ഉറച്ച സീറ്റാണെന്ന് ഇപ്പോഴും പറയുന്നു. രാജീവ് ആകട്ടെ തൻ്റെ പ്രചരണത്തിലെ മികവ് വോട്ടാകുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു, അട്ടിമറി പ്രതീക്ഷിക്കുന്നു കണ്ണന്താനം. എന്നാണ് ഏറ്റവും പുതിയ സാഹചര്യം അവിടെ? സർവേകളൊക്കെ ഹൈബിയുടെ വിജയം പറയുമ്പോഴും അതിനപ്പുറത്തൊരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? എന്താണ് ശ്രീനാഥിന് മനസ്സിലാകുന്നത്? ആ മണ്ഡലത്തിൽ 40 ദിവസമായി പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ. രഞ്ജിത്ത്, ഈ മൂന്ന് സ്ഥാനാർത്ഥികളും അതിശക്തമായ പ്രചരണമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മൂന്ന് സ്ഥാനാർത്ഥികൾക്കും നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ വലിയ ആത്മവിശ്വാസവുമുണ്ട്. പക്ഷേ നമ്മൾ എറണാകുളത്തിൻ്റെ ഒരു ചരിത്രമെടുക്കുമ്പോൾ ഏതാണ്ട് 17 പ്രാവശ്യമായി നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏതാണ്ട് 12 പ്രാവശ്യവും വിജയിച്ച് UDF-ഓ അല്ലെങ്കിൽ കോൺഗ്രസോ ആണ്. 5 പ്രാവശ്യം മാത്രമാണ് ഇടതുമുന്നണിക്ക് അനുകൂലമായി എറണാകുളം വിധി എഴുതിയത്. പക്ഷേ നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. 1967 V. വിശ്വനാഥ മേനോൻ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വിജയിച്ച മണ്ഡലമാണിത്. പക്ഷേ അതിനുശേഷം പലപ്പോഴും ഇടതു മുന്നണി അവരുടെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താതെ സ്വതന്ത്രരെയാണ് ഇവിടെ സ്ഥാനാർത്ഥികളായി പിന്തുണച്ചത്. അതിനുശേഷം പിന്നീട് വന്നത് 2009 സിന്ധു ജോയി പാർട്ടി ചിഹ്നത്തിൽ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ KV തോമസ് ഏതാണ്ട് 10,000 വോട്ടിന് മാത്രമാണ് വിജയിച്ചത്. അതായത് പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ അതിശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാൻ അല്ലെങ്കിൽ അതിശക്തമായ മത്സരം കാഴ്ചവെക്കാൻ CPM-ന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടുള്ള മണ്ഡലമാണ് എറണാകുളം. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയാണ് ഇടതുമുന്നണി ഇത്തവണയും അവരുടെ പ്രചരണം ആവിഷ്കരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത്തവണ അവരുടെ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. മികച്ച പ്രിയങ്ക ഗാന്ധി ജവാൻ വസന്തകുമാറിന്റെ ഭവനം സന്ദർശിക്കുന്നു. സുർജിത്ത് അയ്യപ്പത്ത് അവിടെ നിന്ന് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സുർജിത്ത്, പ്രിയങ്ക എത്തിയോ അവിടെ? എന്താണ് വിവരങ്ങൾ? രഞ്ജിത്ത്, അല്പസമയം മുമ്പാണ് പ്രിയങ്ക ഗാന്ധി വസന്തകുമാറിന്റെ തൃക്കേപ്പറ്റയിലുള്ള വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ അവർ വീടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനൊപ്പമാണ് അവർ അകത്തേക്ക് കയറിയിട്ടുള്ളത്. ഇവർ വസന്തകുമാറിന്റെ ഭാര്യ ഷീനയുമായും അതോടൊപ്പം തന്നെ മക്കളായ അമർ ദീപുമായും അനാമികയുമായും അമ്മ ശാന്തയുമായും എല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിനുശേഷം ഇവിടെ നിന്നും ലഘുഭക്ഷണം കഴിച്ച ശേഷമാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇന്നലെ ആയിരുന്നു ഈ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം തീരുമാനിച്ചിരുന്നത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇവർക്ക് അരീക്കോട് നിന്നും ഇവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് റോഡ് മാർഗമാണ് ഇവർ വൈത്തിരിയിൽ എത്തിയത്. വൈത്തിരിയിലായിരുന്നു പ്രിയങ്ക ഗാന്ധി താമസിച്ചിരുന്നത്. ഇതിനുശേഷം ഇവർ ഇന്ന് ഉച്ചയോടുകൂടി ആണ് വൈത്തിരിയിൽ നിന്നും പുറപ്പെട്ടത്. ഉച്ചയോടുകൂടി പുറപ്പെട്ടു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒടുവിൽ ഇവർ പുറത്തേക്ക് ഇറങ്ങി മാധ്യമപ്രവർത്തകരെ കാണും എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇവരെ കാണാൻ വേണ്ടി 100 കണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രദേശവാസികളെല്ലാം തന്നെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇന്നലെ മുതൽ ഇവർ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ഇവരെ കാത്ത് നിന്നിരുന്നു. രാവിലെ 8 മണി മുതൽ നീണ്ട നേരം ഒരു കാത്തിരിപ്പിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് എത്താൻ കഴിയാത്തതിന്റെ ഒരു നിരാശ പൊതുവെ പ്രകടമായിരുന്നു. എന്നിട്ട് പോലും ഇന്നും വലിയ അളവിലുള്ള തിരക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി വൈത്തിരിയിൽ നിന്നും ഇവിടേക്ക് വരുന്ന വഴിയെല്ലാം തന്നെ ഓരോ കവലകളിലും വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അവരെ എല്ലാം തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സാവധാനമാണ് ഇവിടേക്ക് എത്തിയത്. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് വൈത്തിരിയിൽ നിന്നും പ്രിയങ്ക ഗാന്ധി ഇവിടേക്ക് പുറപ്പെട്ടത്. കനത്ത പോലീസ് സുരക്ഷാ സന്നാഹങ്ങളെല്ലാം തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. SPGയുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ. അതോടൊപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിലും വലിയ പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നാട്ടുകാരുടെ നീണ്ട നിര തന്നെ ഇവിടെ പ്രകടമാണ്. അല്പസമയം വീടിനകത്ത് ചെലവഴിച്ച ശേഷമാകും അയ്യപ്പത്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. അല്പസമയത്തിനകം പ്രിയങ്ക ഗാന്ധി എത്തും. അവിടെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. പ്രിയങ്കയെ കാണാൻ ഒരുപാട് ആരാധകർ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് സുർജിത്ത് പങ്കുവച്ചത്.